ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സാറ്റൻ സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും പഠിച്ചു കഴിഞ്ഞു. സാറ്റൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ഒരു 4 ഫ്ലവറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ചെറിയ ഫില്ലിങ്ങും കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസത്തേൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്രയും നമ്മൾ പഠിച്ച ഇത്രയും ഡിസൈൻ, അതായത് ഇത്രയും സ്റ്റിച്ച് വെച്ചിട്ട് ജസ്റ്റ് 2 സ്റ്റിച്ചേ പഠിച്ചോളൂവെങ്കിലും അതിൽ തന്നെ ലീഫും വീതി കുറച്ച് ചെയ്യേണ്ടതും അങ്ങനെയെല്ലാം പഠിച്ചില്ലേ. അപ്പോൾ നമുക്ക് അതെല്ലാം ഉൾപ്പെടുത്തി ഒരു ചെറിയൊരു നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. ഈ കാണുന്നത് പോലെ ഒരു നെക്ക് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാറ്റൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് എന്തുവാ നെക്ക് ലൈൻ ഫുള്ളായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് പയ്യെ ഒന്ന് തിരിച്ച് കൊടുത്താൽ മതി ആ വളവിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾ ആ കൈ വഴങ്ങി വരില്ല. അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയും പോലെ തന്നെയാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടെ നല്ല ഭംഗിക്ക് ചെയ്യാൻ കഴിയും. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് വരിക. ഫില്ലാവാത്ത സ്ഥലം ഇതുപോലെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അത് ഇതായിക്കോളും. ജസ്റ്റ് ഒന്ന് ഫ്രെയിം താക്കി ഒഴിക്കുകയും ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഒന്നും കൂടെ ഫില്ലായി വന്നോളും. അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്ത് കൊണ്ടുപോവുക. അപ്പോഴത്തേക്കും നമുക്ക് എന്തുവാണ്, നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് കിട്ടും. ഇതാണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ എനിക്കറിയാവൂ എത്രത്തോളം നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടുവെന്ന്. ശേഷം ഞാൻ ഈ കാണുന്നത് പോലെ തന്നെ ഒരു കോയിൻ എടുത്തിട്ട് ഈ കാണുന്നത് പോലെ ഒരു അർത്ഥ വൃത്തം വരയ്ക്കുകയാണ്. ആ സ്കാലപ്പ് ചെയ്യുന്നത് പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. നെക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ വരച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലും നമുക്ക് സ്കാലപ്പ് ചെയ്യും പോലെ തന്നെ ഇതുപോലെ തന്നെ സാറ്റൻ സ്റ്റിച്ച് കൊടുക്കാനാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. കണ്ടോ, ഇതുപോലെ വരച്ചെടുത്തു. കണ്ടോ, അതും ഈ കാണുന്ന പോലെ തന്നെ സ്കാലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് എനിക്ക് നന്നായിട്ടൊന്ന് പണി കിട്ടിയായിരുന്നു. അതിൻ്റെ ബെൽറ്റ് ഇതായിപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ബെൽറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത്. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ വേറൊരു വള്ളിയാണ്. ഇതല്ല യഥാർത്ഥ ബെൽറ്റുണ്ട്. അതിൻ്റെ 2-3 ഞാൻ വാങ്ങി വെച്ചിരുന്നത്. അത് കഴിഞ്ഞായിരുന്നു. ഇനി അടുത്ത് പോകുമ്പോഴാണ് അടുത്ത് വാങ്ങിക്കാൻ വേണ്ടി. അതുവരെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എങ്കിലും എനിക്കിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടാറുണ്ട്. ഇതുപോലെ ഇതിപ്പോൾ നന്നായിട്ട് ഒന്നുകിൽ ടൈറ്റ് ആകില്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ലൂസായി പോകും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്കിലും ഒരു മീഡിയം ലെവലിൽ കൊണ്ടുപോകാൻ നോക്കുന്നു. ഇതിപ്പോൾ ഞാൻ ലീഫ് പോലെ വരച്ചെടുക്കാനാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, ഇതുപോലെ വരച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ ഗ്രീൻ ചെറിയൊരു ലീഫ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ്ടോ, ഇത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ ബെൽറ്റ് പണി തരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം ചെയ്തെടുക്കാൻ പറ്റി. ഇനി ഉടനെ ബെൽറ്റ് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ എല്ലായിടത്തും ഇതുപോലെ തന്നെ ലീഫ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മൾ ഇതിനകത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അതിന് യെല്ലോ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതാകുന്നുണ്ട് ഈ കാണുന്നത് പോലെ ഒന്ന് റൗണ്ട് അടിച്ച് വിടാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ മെഷീൻ പണി കിട്ടിയിരിക്കുന്നുണ്ട്. അത് സ്പീഡില്ല, ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്യാനും സാധിക്കുന്നുള്ളൂ. കണ്ടോ, അങ്ങനെയാണ് ചെയ്തു പോകുന്നത്.
ഇതൊന്ന് കംപ്ലീറ്റ് ആകുന്നത് വരെ മെഷീൻ ഓഫ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നത്. ഭാഗ്യത്തിനെല്ലാം ചെയ്ത് തീരുന്നവരെ ഇത് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാ കണ്ട് ഇതുപോലെ റൗണ്ട് അടിച്ച് വിടലാണ് ചെയ്യുന്നത്. റൗണ്ട് അടിച്ച് ക്ലിയർ ആവുന്നില്ല. ഞാൻ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഒന്ന് കാണിക്കാതെ എങ്ങനെയാണ് റൗണ്ട് അടിച്ച് വിടുന്നതെന്ന്. നമ്മളിങ്ങനെ ഫില്ലിങ് സ്റ്റിച്ച് തന്നെയാണ്, നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് വെറുതെ ഇങ്ങനെ റൗണ്ട് അടിച്ച് അതല്ലെങ്കിൽ ന അങ്ങനെ ചെയ്ത് വിടാം. അങ്ങനത്തെ വാട്ടർ ഫില്ലിങ് സ്റ്റിച്ചോ പാനി സ്റ്റിച്ചോ അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത്. അതും അടുത്ത വീഡിയോസിൽ കാണിക്കാവേ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഞാൻ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് ഇതിനകം ഫുള്ളായിട്ട്. പക്ഷേ ലാസ്റ്റത്തെ സ്റ്റിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ 2 ലീഫുകൾക്കിടയ്ക്ക് ഞാൻ പോലെ ഇരിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട്. അവിടെ ഒരു റൗണ്ട് അടിച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, റൗണ്ട് അടിച്ചിട്ട് ചുറ്റും ഒരു റണ്ണിങ് സ്റ്റിച്ചും കൂടെ കൊടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. കണ്ടോ ഇതൊക്കെ. അപ്പം അങ്ങനെ കൊടുത്ത് ആ ഡിസൈൻ പൂർത്തിയാക്കാനാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലായിടത്തും ഇതുപോലെ റൗണ്ട് അടിച്ച് നമ്മുടെ സാറ്റിസ്ഫൈസ് തന്നെയാണ് റൗണ്ട് അടിച്ച് വിട്ടിട്ട് അതിന് ചുറ്റിന് ഒരു റണ്ണിങ്ങും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.